Hi everyone, this is Abin from Evika. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസിനെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ കൂട്ടുകാരും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളാണ് നമ്മുടെ ചാനലിൻ്റെ കോർ എന്ന് പറയുന്നത്. നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് iOS 17 പബ്ലിക് ബീറ്റയും ഡെവലപ്പർ ബീറ്റയും ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വാച്ചോസും മാക്കോസും ഒക്കെ പുതിയൊരു ബീറ്റ വന്നിട്ടുണ്ട്. സോ iOS 7 പുതിയ പബ്ലിക് ബീറ്റ 7 അപ്ഡേഷൻസ് അറിയാണ്ട് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ എന്തായാലും കാണുക. പുതിയ അപ്ഡേഷൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ആ വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നതാണ്. അടുത്തൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ iPhone 15 15 Proൻ്റെ ഒരു കാര്യം പറയുകയാണ്. എല്ലാ 15 എടുക്കുന്ന കൂട്ടുകാർക്കും നല്ലൊരു ഭാഗ്യമാണ് വരാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൾ എക്കോണമി അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻവയോൺമെൻറ്റ് സേവ് ചെയ്യാൻ വേണ്ടി ചാർജർ മാറ്റിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പുതുതായിട്ട് വരാൻ പോകുന്ന 15 സീരീസിൽ നമുക്ക് C ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു വലിയ C ടൈപ്പ് കേബിൾ ആ പറയുന്ന ചാർജർ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ബോക്സ് തന്നെ ഉണ്ടാവും. അതും ബ്രേഡഡ് കേബിൾ ആയിരിക്കും. ഒരു 1.5 മീറ്ററിൻ്റെ ഒരു കേബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു ബ്രേഡ് കേബിൾ ആ ഒരു ഡിവൈസിന് സെയിം കളർ പാറ്റേൺ, ഇപ്പോൾ ബ്ലൂ ആണെങ്കിൽ ആ ഒരു ബ്ലൂ കളർ തന്നെ നമുക്ക് ലഭിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ iPhone 15 Proൻ്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന 15 സീരീസുകളുടെയും പ്രൈസ് കൂടാനും ചാൻസ് ഉണ്ട്. നേരത്തെ ഇറങ്ങിയ 14 Pro സീരീസുകൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം $100 മുതൽ $200 വരെയും ഇനിയും 15 സീരീസിൽ കൂടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് വെച്ചാൽ സെപ്റ്റംബറിൽ വരാൻ പോകുന്ന ഇവൻറ്റിൻ്റെ ഇൻവിറ്റേഷനും അതേപോലെ സെപ്റ്റംബറിൽ ഇവൻ്റ് എന്നായിരിക്കും എന്നുള്ള വലിയ കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ iOS 7 കാര്യങ്ങൾക്ക് ഞാൻ നമ്മുടെ ഈ ഒരു ഇവൻറ്റിൻ്റെ ഒരു വലിയൊരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് iOS 7 വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് കിട്ടിയിരുന്ന ബിൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം വരുന്ന A എന്ന ആൽഫബറ്റാണ്. ഈ പറഞ്ഞ iOSൻ്റെ പുതിയ ബീറ്റാസ് വരുമ്പോൾ ആൽഫബറ്റ് നമുക്ക് A ആവുകയാണെങ്കിൽ പിന്നീട് വരുന്നത് ഒരു റിലീസ് കാലണ്ടർ ആയിരിക്കും. അതിനുശേഷമായിരിക്കും നമുക്ക് ഈ പറയുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് ലഭിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബറിൽ ഏറ്റവും അടുത്തുള്ള ആഴ്ചകളായിരിക്കും നമുക്ക് ഈ പറയുന്ന ഇവൻറ്റും അതിനുശേഷം ഒരു RC റിലീസും വരുന്നത്. സോ മിക്കവാറും എല്ലാ ഇവൻറ്റുകളുടെയും ആ ഒരു ഇൻവിറ്റേഷൻ ആപ്പിൾ കൊടുക്കാറ് ഒന്നെങ്കിൽ ട്യൂസ്ഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേ, ഈ 2 ദിവസങ്ങളിലായിരിക്കും നമുക്ക് ഈ പറഞ്ഞ ആപ്പിൾ ഇവൻറ്റിൻ്റെ പുതിയ ഇൻവിറ്റേഷൻസ് ലഭിക്കാറ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഈ പറഞ്ഞ വീക്കിൽ തന്നെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വീക്കിൽ തന്നെ നമുക്ക് ഒന്നെങ്കിൽ ട്യൂസ്ഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേയിൽ ഒരു പുതിയ ആപ്പിൾ ഇവൻറ്റ് ഒരു ഇൻവിറ്റേഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വ്യക്തിനെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ആഡിൽ കണ്ടിട്ടുണ്ടോ? ആ ഒരു ആഡ് നമ്മുടെ iPhone 14 Proൻ്റെ ഒരു ഗൈഡ് ടൂറിലുണ്ടാകുന്ന ഒരു ആക്ടറായിരുന്നു. ഈ സെയിം ആക്ടർ ഇപ്പം മെക്സിക്കൻ സിറ്റി അല്ലെങ്കിൽ മെക്സിക്കോ സിറ്റിയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും കൂട്ടി വായിക്കുകയാണെങ്കിൽ iPhone 15 അല്ലെങ്കിൽ 15 Proൻ്റെ ഒരു ടൂർ ഗൈഡിൻ്റെ ഷൂട്ടിങ്ങിലായിരിക്കും ആപ്പിൾ നിൽക്കുന്നത്. ആൻഡ് നമുക്ക് കിട്ടുന്ന വേറെ റിപ്പോർട്ട് അനുസരിച്ച് ആപ്പിളിൻ്റെ സെപ്റ്റംബർ ഇവൻറ്റിൻ്റെ ഫുൾ ഷൂട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോസ്റ്റ് പ്രൊഡക്ഷൻ മാത്രം അല്ലെങ്കിൽ ഈ പറഞ്ഞ എഡിറ്റിംഗ് മാത്രമാണ് ബാക്കി നിൽക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന അറിവ്. ഇപ്പോൾ നേരത്തെ ഞാനൊരു ആഡിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ ആപ്പിളിൻ്റെ ഒരു പുതിയ ആഡ് നമ്മുടെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ആ ആഡ് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. അത് ആപ്പിൾ ഉണ്ടാക്കിക്കൊണ്ടല്ല, നല്ലൊരു കാര്യം തന്നെയാണ് ആപ്പിൾ ചെയ്തിരിക്കുന്നത്. ആ ഒരു വീഡിയോ കാണാത്തവർ എന്തായാലും ആ ആഡ് കാണണം. കാരണം iPhone 14 Proൻ്റെ ഒരു എന്താ പറയുക നല്ലൊരു വശം അവർ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ ഈ പറയുന്ന ഫോൺ കൊണ്ട് ചെയ്യാൻ പറ്റും. നമുക്കാണെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തായാലും ആഡ് കാണുക, ഞാൻ പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല. സോ എന്തായാലും ആപ്പിളിൻ്റെ ഈ പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് നിങ്ങൾ ആ വീഡിയോ കാണുക. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റുന്നതാണ്. ആൻഡ് നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ കൂട്ടുകാരുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.
നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും പുതിയ പുതിയ അപ്ഡേഷൻസും എല്ലാ കാര്യങ്ങളും റിയൽ ടൈം ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ടത് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Xavier signing from Evika.